ദൈവത്തിന് മാത്രം ഈ നല്ല ഒരു ശ്രേഷ്ഠകരമായ ദിനം ദൈവം നിങ്ങളെയും എന്നെയും ജീവനോടെ ഇവിടെ നിർത്തിയനായ ദൈവത്തെ സ്തുതിക്കുന്നു. സർവകൃപാലുവായ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ച സർവശക്തനായ കൃപാലുവായ ദൈവത്തിന് മാത്രം. ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് തോറ്റുപോയി, ഒരുപാട് സ്ഥലത്ത് വീഴുന്നുപോയി, ഒരുപാട് സ്ഥലത്ത് തകർക്കപ്പെട്ടു, ഒരുപാട് സ്ഥലത്ത് ഒറ്റപ്പെട്ടു. പക്ഷേ ഇപ്പോഴും നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരുന്ന് അകം ബ്രഹ്മസ്യ എന്ന് പറയുന്ന ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് സംസാരിച്ച് നമ്മെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കുമില്ല, അത് സർവശക്തനായ ദൈവത്തിനും മാത്രം. ഞാനൊരു സംവാദത്തിനോ തർക്കത്തിനൊന്നുമല്ല, എന്നാലും ഒത്തിരി കൺഫ്യൂഷനുള്ളൊരു ടോപ്പിക്കാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒന്ന്, ഞാനന്ന് ഇട്ടിരിക്കുന്ന ടോപ്പിക്കിൻ്റെ ക്യാപ്ഷൻ പോലെ, ക്രിസ്ത്യൻ ലോകത്തിനകത്ത് നമ്മൾ ചെന്നാൽ പിതാവിനെയാണോ പുത്രനെയാണോ പരിശുദ്ധാത്മാവിനെയാണോ ആരാധിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ എത്ര ആരാധിക്കുന്നവരുടെ ഉള്ളിലുണ്ട്. കാരണം അവർക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. തിരുവെഴുത്ത് പ്രസംഗിക്കാൻ വാക്ചാതുര്യവും കുറച്ച് പുസ്തക അറിവുള്ളവന് കൃത്യമായിട്ട് പറ്റും. പക്ഷേ ഈ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത് ഡീകോഡിങ്ങിലാണ്. അതിനെ എൻകോഡ് ചെയ്യണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടനായ മന്ത്രിയായ അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്ററായ ഒരു മനുഷ്യൻ ഒരു രഥത്തിൽ പോകുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിടെ നിന്നോ കിട്ടി എന്ന് നമ്മൾ പറയുന്ന പുസ്തക ചുരുൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ പാരമ്പര്യമായി നമ്മൾ അതിൻ്റെ പീക്ക് അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് പോർഷനിലേക്ക് ചെന്നാൽ നമുക്കറിയാം, പണ്ട് നയമാൻ്റെ കാലത്ത് നയമാൻ്റെ കയ്യിലിരുന്ന ചുരുളാണത് തൻ്റെ കയ്യിലേക്ക് വന്നത് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരിക്കലും ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. ആ ചുരുൾ തൻ്റെ കയ്യിലിരുന്നു, ആ ചുരുൾ താൻ പ്രസംഗിച്ചു, ആ ചുരുൾ താൻ വായിച്ചിട്ട് തനിക്കൊന്നും മനസ്സിലായില്ല. അത് എൻകോഡ് ചെയ്യാൻ, ആ ഡീകോഡിങ് ആയിരിക്കുന്ന തിരുവെഴുത്തിനെ എൻകോഡ് ചെയ്യാൻ, ആ ചുരുളിനെ എൻകോഡ് ചെയ്യാൻ ഒരു മനുഷ്യനെ ദൈവം അയച്ചു. അവൻ്റെ പേരാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസിൻ്റെ സുവിശേഷം എന്നൊരു പുസ്തകം നമ്മുടെ ബൈബിളിലുണ്ടായിരുന്നു. പക്ഷേ 66 പുസ്തകം മാത്രമേ നമുക്ക് കയ്യിലുള്ളൂ. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ 66ാമത്തെ പുസ്തകം കഴിഞ്ഞുള്ള പുസ്തകങ്ങൾ രഹസ്യ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന, സീക്രട്ട് ബുക്സ് എന്നറിയപ്പെടുന്ന പല പുസ്തകങ്ങളിലും പലതുമുണ്ട്. പക്ഷെ അതൊന്നും ഈ ഇന്നത്തെ ആത്മീയ ലോകത്ത് വായിച്ചാൽ പുടി കിട്ടത്തില്ല. അതുകൊണ്ട് പിടി കിട്ടത്തില്ല. അപ്പോൾ ഈ പിടി കിട്ടാത്തത് കൊണ്ട് ഇവർ ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് മാറ്റി. മഗ്ദലക്കാരത്തി മറിയുടെ സുവിശേഷം, തോമാസ് ലീഹയുടെ സുവിശേഷം, അങ്ങനെ ഒരുപാട് സുവിശേഷങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് മാറ്റി കർത്താവിൻ്റെ ശ്രേഷ്ഠ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മഹത്വമേറിയ ദൈവത്തിൻ്റെ മഹത്വത്തിനകത്തും പരിശുദ്ധ ആത്മാവിനകത്തും ദൈവത്തിൻ്റെ മനസ്സായിരുന്നു നിങ്ങളോട് സംസാരിപ്പാൻ വീണ്ടും ഒരു പ്രഭാത ദൈവം എനിക്ക് ദാനമായി തന്നനായ സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാരണം, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യും. മനുഷ്യൻ എപ്പോഴും അറിയുന്നത് അവൻ്റെ 5 പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക് ഒക്കെ കൊണ്ട് അവൻ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നു. ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 6ാം ഇന്ദ്രിയമായ ആത്മക്കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ട് ജീവിക്കണമെന്ന്. പലപ്പോഴും മനുഷ്യനത് സാധിക്കാറില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നത് എല്ലാം മിത്താണ്, ദൈവമില്ല, ശാസ്ത്രം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ചോദ്യം, ശാസ്ത്രം എന്ന് കണ്ടുപിടിക്കുന്ന സകലവും ഈ ഭൂമിക്കകത്ത് നിന്ന് ദൈവം ഉണ്ടാക്കിയെന്നല്ലേ? അല്ലാതെ പുറത്തുനിന്നൊന്നും അവർ കണ്ടുപിടിക്കത്തില്ല. കാരണം ഇതിനെല്ലാത്തിനും ക്രിയേറ്ററായ ഒരാളുണ്ട്. ആ അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാനിത് വ്യക്തമായി പറയുന്നത്. നമ്മൾ ഹിന്ദുയിസത്തിൽ പോയാൽ പരമാത്മാവെന്നും അകം ബ്രഹ്മസ്യ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മഹത്വം, ക്രിസ്ത്യൻ ലോകത്തിനകത്ത് പോയാൽ പരിശുദ്ധാത്മാവെന്നും പിതാവെന്നും പുത്രനെന്നൊക്കെ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ദൈവം, മറഞ്ഞിരിക്കുന്നവനായ ആരും കണ്ടിട്ടില്ലാത്തവനായ ദൈവത്തെ
സ്നേഹനിധിയായ പിതാവിനെ, നമ്മൾ മുസ്ലിം സമുദായത്തിൽ പോയാൽ അവരുടെ റൂഹായെ, അവരുടെ ഉള്ളിലിരിക്കുന്ന അവർ ചെന്നെത്തുന്ന സ്ഥലമായ റൂഹായെ, ഇതെല്ലാം യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്ന ഒരൊറ്റ ആളിലേക്കാണ്, പരമാത്മാവായ ദൈവത്തിലേക്ക്. ഏക കാരണഭൂതനായ ദൈവത്തിലേക്കാണ് സകലതും വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് ദൈവമില്ല എന്നുള്ള തത്വവും വാദങ്ങളൊക്കെ നിങ്ങൾ ദൂരെ പറത്തിക്കോ. കാരണം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ദൈവമുണ്ടോ ഇല്ല നിങ്ങൾക്ക് വ്യക്തമായി കിട്ടും. അത് വിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ബൈബിളിനകത്തൊക്കെ പഠിക്കുമ്പോൾ പണ്ട് തൊട്ടേ ഉള്ളൊരു സംശയമാണ്, പിതാവിനെയാണോ ആരാധിക്കേണ്ടത്, പുത്രനെയാണോ ആരാധിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെയാണോ ആരാധിക്കേണ്ടത്? അപ്പം ഞാൻ എൻ്റെ സൺഡേ സ്കൂൾ തൊട്ട് പഠിച്ച സമയത്തും ഒക്കെ, ഇപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദേവന്മാരും ദേവിമാരും ഉണ്ട്. ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പലർക്കും പല ദൈവന്മാരുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ ഇതല്ല യഥാർത്ഥം എന്ന് അവർക്കറിയാം. ഇവരുടെ എല്ലാത്തിനും കാരണഭൂതനായ ഒരാളെ അവർക്കറിയാം. പക്ഷെ നമുക്കറിയത്തില്ല പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ ആരാധിക്കേണ്ടതെന്ന്. ദൈവത്തെ ശക്തമായി ആരാധിക്കുന്ന ഒരു ദൈവാസനോട് ഒരിക്കൽ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു യുവാവ്, ഒരു പയ്യൻ ചെന്ന് ചോദിച്ചു, പാസ്റ്റർ പിതാവിനെയാണോ ആരാധിക്കേണ്ടത്, പുത്രനെയാണോ ആരാധിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെയാണോ ആരാധിക്കേണ്ടത്? പാസ്റ്റർ ഉത്തരം അറിയാത്തതുകൊണ്ട് പാസ്റ്റർ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, പിശാച് എന്നെ വിട്ടുപോകുന്നു. അവൻ അന്ന് സഭയിൽ നിന്ന് പോയതാ, പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം ഇവർക്കേ അറിയത്തില്ല ആരെയാണ് ആരാധിക്കേണ്ടത്. കാരണം അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇവർക്ക് ഈ ബൈബിളിൻ്റെ ഡീകോഡിങ്ങിൽ മാത്രമേ സംസാരിക്കൂ. ബൈബിളിനെ കുറിച്ച് വളരെ വാക്ചാതുര്യവും ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു പൊതു അറിവും പിന്നെ കുറേ പുസ്തകങ്ങളിൽ നിന്നുള്ള റെവലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പിഴച്ചു പോവാം. പക്ഷേ എൻകോഡ് ചെയ്യണമെങ്കിൽ ഫിലിപ്പോസ് വരണം. എൻകോഡ് ചെയ്യണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ശബ്ദത്തിൽ ദൈവത്താൽ ജനിക്കപ്പെട്ട് റേമ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വരണം. അങ്ങനെ ദൈവം ഐക്യപ്പെട്ട ഒരുപാട് പേർ ഈ തലമുറയിൽ ഇന്ന് ഉണ്ടായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ബൈബിളിലൊക്കെ നോക്കുമ്പോൾ മോശയാണ് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത്. പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 ഗ്രന്ഥങ്ങൾ എഴുതിയത് മോസസാണ്. മോശ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എഴുതിയതാണ്. പക്ഷെ മോശ എഴുതിയിട്ടും ഏറ്റവും പിറകിലായിപ്പോയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ആദ്യം വരേണ്ടത്. പക്ഷേ അവിടെ തുടക്കത്തിൽ സൃഷ്ടി നടക്കുന്നതുകൊണ്ട് പുള്ളിക്കാരനായടുത്ത് ഉൽപ്പത്തി കഴിഞ്ഞ് ആവർത്തനം കഴിഞ്ഞാക്കിയപ്പോൾ ഇവരെല്ലാം പഞ്ചഗ്രന്ഥമായിട്ട് 5 എണ്ണം വെച്ചിട്ട് എടുത്ത് സങ്കീർത്തനത്തിൻ്റെ പുറത്തിട്ടു. ഞാൻ അതിലിട്ടൊന്നും പോകുന്നില്ല. ഈ അതിലേക്ക് പുറത്തിട്ടപ്പോൾ ഈ ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇയ്യോബ് എന്ന് പറയുന്നൊരു മനുഷ്യനെക്കുറിച്ച് മോശ എഴുതുമ്പോൾ മോശയുടെ കൺസെപ്റ്റ് എന്തായിരുന്നെന്ന് ഞാൻ വ്യക്തമായി പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ഉൽപ്പത്തി മുതൽ എഴുതിയപ്പോൾ 5 പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ താൻ ആത്മാവിൽ നിന്ന് കണ്ടെഴുതിയെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ എഴുതിയപ്പോൾ തനിക്ക് ദൈവത്തിൻ്റെ പേര് താൻ പല തവണ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പേര് കൊടുക്കുന്നില്ല. അത് കഷ്ടമായിപ്പോയി. നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്, ബൈബിൾ വായിക്കുന്നവർക്കറിയാം. നമ്മൾ ആദ്യമായിട്ട് മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് 6-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. കാരണം എബ്രായനാണ് ആള്. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോകും, ചെന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം? 14-ാം വാക്യം ദൈവം മോശയോട് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത്രയും പറഞ്ഞാൽ മതി, നീ കൂടുതലൊന്നും ചേർക്കണ്ട. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ മിസ്രൈമിലെ ബാധകൾ നിങ്ങൾക്കറിയാം.
മിസ്രൈമിലെ ബാധകൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്. അവരുടെ ദേവന്മാരെയാണ് നിഗ്രഹിച്ചു കളഞ്ഞത്. ഇപ്പോൾ നായി, എന്തു പറയണ, പേന്, നായീച്ച, പേന്, പിന്നെ അങ്ങനെ രക്തം ആയിത്തീരുക, ഇതൊക്കെ തവളകൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ ദേവന്മാരുടെ തലവന്മാരായിരുന്നു. അതിനെ വെച്ച് തന്നെ ദൈവം അവർക്കെതിരെ ന്യായവിധി കൊടുത്തെന്ന്. ആ ദൈവം കൊടുത്തെന്നല്ല, യഥാർത്ഥത്തിൽ ദൈവത്തിന് ശക്തി കാണിച്ചു കൊടുത്തതാണ്. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കാനേ പറ്റത്തുള്ളൂ എന്ന് കാണിച്ചു കൊടുത്തത്. അപ്പോൾ മോശയുടെ കൺസെപ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ദൈവത്തിനുള്ള നാമമുണ്ട്, എൻ്റെ ദൈവത്തിന് നാമമില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്താം എന്ന് മോശ ആഗ്രഹിച്ച് അവിടെ പോയി. പക്ഷേ ഞാനാകുന്നു പറഞ്ഞിട്ടൊന്നും അവിടെ പരിപാടി നടക്കുന്നില്ല. അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് പരിപാടി നടക്കുന്നില്ല. നിങ്ങൾ പുറപ്പാട് ദിവസം 6:3 വന്നു കഴിഞ്ഞാൽ ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന്, ഇസാക്കിന്, യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. എവിടെ നിന്ന് കിട്ടി യഹോവ എന്ന നാമം? യാഹുവേ എന്ന നാമം എവിടെ നിന്ന് കിട്ടി? YHWH എന്ന നാമം എവിടെ നിന്ന് കിട്ടി? ഇത് മോശ ക്രിയേഷൻ നടക്കുന്ന ആ സംഭവം മോശയുടെ കണ്ണിലുണ്ട്. മോശ ആത്മാവിൽ കണ്ടെന്നല്ലേ. ആ ഒരു മനുഷ്യൻ ദീർഘനിശ്വാസം എടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ശ്വാസം പോവുകയും തിരിച്ച് ശ്വാസം വിടുന്നതിൻ്റെ ആ ഒച്ചപ്പാടാണ് യാഹ്വേ. നിങ്ങളങ്ങനെ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം യാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവശ്വാസം എന്നിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ആ നാമം വേണമെങ്കിൽ ഇതിലിടാന്ന് പറഞ്ഞ് മോശ ഇട്ട പേരാണ് യാഹുവേ. പിന്നെ എവിടെയൊക്കെ യഹോവ 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 എന്ന് എഴുതിയാലും മോശ ദൈവത്തിൻ്റെ നാമം എഴുതിയതാണ്. ഇപ്പോൾ യഹോവ എന്ന പേര്, കാരണം ദൈവത്തിന് പേരിടാൻ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. ദൈവം ഒരു പേരിനകത്ത് ഒതുങ്ങി നിൽക്കുന്നവനല്ല. ഈ ഹിന്ദുയിസത്തിനകത്ത് ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്നറിയാമോ? സകലത്തിലും ദൈവം ഉണ്ടെന്ന് അവർ പഠിപ്പിക്കുന്നത്. തൂണിലും തുരുമ്പിലും മണ്ണിലും മൃഗങ്ങളിലും മനുഷ്യരിലും ഒക്കെ ദൈവം ഉണ്ടെന്നാണ്. ഇപ്പം 338 കോടി ദൈവന്മാരുണ്ടെന്ന് പറയുന്നു. 100% ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ 338 കോടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അലിഗോറിയാണ്. അല്ലെങ്കിൽ ചുമ്മാ ഒരു കാക്കത്തൊള്ളായിരം എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 338 കോടി എന്ന് പറഞ്ഞാൽ സകല ക്രിയേഷൻ്റെ അകത്ത് ദൈവം ഉണ്ടെന്ന് പഠിപ്പിക്കുക അവർ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന പദാർത്ഥങ്ങളും ദൈവം ക്രിയേറ്റ് ചെയ്തതിനെ നിന്ന് ഉരുവാക്കിയെടുത്തതാണ്. ദൈവം ക്രിയേറ്റ് ചെയ്ത സബ്സ്റ്റൻസിൽ നിന്ന് നിങ്ങൾ ഉരുവാക്കിയെടുത്തതാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും. ഞാനിരിക്കുന്ന ചെയർ ഉൾപ്പെടെ, ഞാൻ ഉപയോഗിക്കുന്ന ടീഷർട്ട് ഉൾപ്പെടെ, അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പോൾ മോശ ദൈവത്തിനൊരു പേരിട്ടു, യാഹുവേ. ഇങ്ങനെ ശ്വാസം എടുക്കുകയും തിരിച്ചിടുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെ മോശ പേരാക്കിയിട്ടു. യേശു അതുകൊണ്ടാണ് യാഹുവേ എന്ന പേര് പരസ്യമായി ഒരിടത്തും പറയാത്തത്. കാരണം അത് മോശയുടെ പേരാണ്, എൻ്റെ അപ്പൻ്റെ പേരതല്ല, അല്ലെങ്കിൽ എൻ്റെ പേരതല്ല. ഞാൻ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ പേര് അതല്ല എന്ന് യേശുക്രിസ്തുവിന് കൃത്യമായി അറിയാം. യാഹു എന്ന പേരെടുത്തിട്ടില്ല. ശരി, അതെല്ലാം കഴിഞ്ഞു. യെശയ്യാ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു 7:14, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം, ദൈവം നമ്മോട് കൂടെ എന്നറിയുന്ന ഇമ്മാനുവേൽ. ഞാൻ ചോദിക്കട്ടെ, ഇത് യെശയ്യാവിൻ്റെ അടുക്കൽ പ്രൊഫസിയായിട്ട് ദൈവം കൊടുക്കുന്നു. പക്ഷേ നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 1:31 വായിക്കുമ്പോൾ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. എന്തുകൊണ്ട് ഇമ്മാനുവേൽ എന്ന് വിളിച്ചില്ല? അപ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ. യേശു എന്ന ദൈവത്തിൻ്റെ പേരാണോ? പറഞ്ഞുതരാം. അവന് യേശു എന്ന് പേര് വിളിക്കണം. യേശു എന്ന് പേര് വിളിക്കണമെന്ന് പറയുന്ന സ്ത്രീ ഏത് ഗോത്രത്തിൽ നിന്നുള്ളതാണ്, ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് ചിന്തിക്കണം.
യഥാർത്ഥത്തിൽ ആ കന്യക മറിയം എന്ന് നമ്മൾ പരിവേഷം കൊടുക്കുന്ന ആ സ്ത്രീ യഥാർത്ഥത്തിൽ യഹൂദ മതത്തിനകത്തും യഹൂദ ഗോത്രത്തിനകത്തുമുള്ള ഒരു സ്ത്രീയാണ്. യേശുക്രിസ്തു എന്ന് പിറക്കും എന്ന് കർത്താവ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ദൈവം അവരോട് സംസാരിച്ചപ്പോൾ സർവകൃപാലുവായ ദൈവം പറഞ്ഞു, ഒരു മകനെ ഞാൻ കൊടുക്കും, അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന് കൊടുക്കണം. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷകനാകുന്നു. ദൈവം രക്ഷകനാകുന്നു എന്ന പേരിൻ്റെ അർത്ഥമുള്ള യേശു എന്ന പേര് വിളിച്ചു. ദൈവം ആരെ രക്ഷിക്കും? യഹൂദനെ രക്ഷിക്കും. എവിടെ നിന്ന് രക്ഷിക്കും? അവൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും. അവൻ അടിമത്തമുള്ള ഒരു പ്രമാണം അവൻ്റെ കയ്യിരിക്കുന്ന കാലത്തോളം അവൻ സകലർക്കും അടിമയായി ജീവിക്കേണ്ടി വരും. കാര്യം വ്യക്തമാവുന്നു. ന്യായപ്രമാണം എന്ന് പറയുന്ന നമ്മൾ പേരിട്ട് പറയുന്ന ആ സംഭവം ഇവൻ്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം, അവൻ ആചരിക്കുന്ന കാലത്തോളം അവൻ അടിമയായി തന്നെ ജീവിക്കേണ്ടി വരും. പല രാജാക്കന്മാരുടെ മുമ്പിലും, പല വ്യക്തിയുടെ മുമ്പിലും, പലതിൻ്റെ മുമ്പിലും. ഈ ലാൻഡ് ആരാ എന്നറിയാവോ? ഇസ്രായേൽ ലാൻഡ് ദൈവത്തിന്റെ വകയാണ്. അവർക്ക് വിൽക്കാനും വാങ്ങാൻ അവകാശമില്ല. അപ്പോ യേശു എന്നൊരു പേര് കൊടുത്തു. യേശു യഥാർത്ഥത്തിൽ യഹൂദന്റെ രക്ഷകന്റെ നാമമാണ്. ജീസസ്, യേശു, മശിഹ എന്നൊക്കെ പറയുന്ന അവരുടെ രക്ഷകന്റെ നാമമാണ്. പൗലോസ് ഇതെല്ലാം പഠിച്ചു വെച്ച പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വെച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന വേർഡ് അനോയിന്റ്മെന്റ് എന്നാണ് എബ്രായ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ, നമ്മളൊരു തകർച്ചയിലേക്ക് പോകുമ്പോൾ, നമ്മളൊരു വീഴ്ചയിലേക്ക് പോകുമ്പോൾ, നമ്മളെ അകത്ത് നിന്ന് അകം ബ്രഹ്മസ്യായി നിറഞ്ഞിരിക്കുന്ന ദൈവം നമ്മുടെ അകത്ത് നിന്ന് നമ്മളെ തട്ടി വിളിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് അതിനെ റിക്കവർ ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് എന്ന അനോയിന്റ്മെന്റ് പോർഷൻ. നമ്മൾ ആരെയും പറഞ്ഞിട്ടാണോ ദൈവം ചെയ്യുന്നത്? അല്ല. നമ്മൾ ദൈവത്തെ വിശ്വസിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം. അപ്പോ യേശുക്രിസ്തു ശിഷ്യന്മാരെ എല്ലാം വിളിച്ചിർത്തിയിട്ട് ചോദിക്കുകയാണ്, എല്ലാവരും എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ചിലർ പ്രവാചകന്മാരെന്നും, ചിലർ വരുവാനുള്ളവനെന്നും, ചിലർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരാള് മത്തായി സുവിശേഷം 16:15-16 പറയുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു. 12 ശിഷ്യന്മാര് രഹസ്യ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ആരെന്ന് പറയുന്നു. ഈ കർത്താവ് യേശുക്രിസ്തുവിന്റെ ചുറ്റും ഈ സംഭവം നടക്കുന്നതിന് 16-ാം അധ്യായത്തിന് തുടങ്ങുമ്പോൾ ഒരുപാട് പേര് തൻ്റെ ചുറ്റുമുണ്ട്. ഒരുപാട് പേര്. കർത്താവ് ആത്മറലത്തിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവർക്ക് കഠിനമെന്ന് തോന്നിയിട്ട് ഇവരെല്ലാം വിട്ടുപോയി. കാരണം മനസ്സിലാകത്തില്ല. ഈ ആത്മറലത്തിലുള്ളവരോട് ആൾക്കൂട്ടവും അംഗീകാരവും ഒന്നും കാണത്തില്ല. കാരണം അവർക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ആത്മറലത്തിൽ നിന്ന് സംസാരിക്കുന്നവൻ 6th സെൻസായ സ്പിരിറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഇവരെല്ലാം വിട്ടുപോയി, നിങ്ങൾ വിട്ടുപോയില്ല. കാരണം എന്നെക്കുറിച്ച് ആര് എന്തൊക്കെ പറയുന്നു എന്നൊക്കെ ചോദിച്ചു. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നമ്മൾ പെട്ടെന്ന് വായിച്ചു വിടാം, പക്ഷേ ആ വാക്ക് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് ഇസ്രായേലിൻ്റെ മൊത്തം രക്ഷയും ക്രിസ്തു എന്ന ഒരു പോർഷൻ കിടപ്പുണ്ട്. നീ ജീവനുള്ള ദൈവം ആണ്. എന്തുണ്ട്? ജീവനുള്ളവനാണ്. 2 ദൈവമാണ്. 3 നീ പുത്രനാണ്. ആർക്ക് പുത്രൻ? യേശുക്രിസ്തുവിനെ എന്തിനാ പുത്രൻ എന്ന് വിളിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ പേരെന്താണ്? മറിയ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ അപ്പൻ്റെ പേര് യഹോവ എന്നാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഉരുവാക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിച്ചത് ഈ ഇസ്രായേലിനകത്തൊരു കൾച്ചറുണ്ട്, ഒരുപാട് കൾച്ചറുണ്ട്. അതിലൊരു കൾച്ചർ, ഒരപ്പൻ തൻ്റെ മകനെ സ്ഥാനാരോഹണം അല്ലെങ്കിൽ താനിരിക്കുന്ന പൊസിഷനിലേക്ക് സകല അധികാര അവകാശവും കൊടുത്ത് ഇരുത്തുമ്പോൾ ആദ്യം പുരോഹിതൻ വന്ന് പറയും, ഇതാണ് ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്ന ആളുടെ മകൻ, ഇനി മുതൽ ഇദ്ദേഹമായിരിക്കും ഇവിടെ അവകാശി. രണ്ടാമത് അപ്പൻ എഴുന്നേറ്റ് എന്ന്
മകൻ പറയുന്ന ഒരു കാര്യത്തിനെ അംഗീകരിച്ച് അപ്പൻ പറയും ഈ മറുപടി യഥാർത്ഥത്തിൽ എൻ്റെ മറുപടി തന്നെയായിരുന്നു എന്ന് പറയും. ഞാൻ എടുക്കാൻ പോയ തീരുമാനം തന്നെയാണ് എൻ്റെ മകൻ്റെ തീരുമാനം, രണ്ടുപേരുടെ തീരുമാനം ഒന്നാണ്, ഇനി ഒരു മാറ്റമില്ലെന്ന് പറഞ്ഞ് അപ്പൻ അവിടെ ആ മകനെ അംഗീകരിക്കുകയാണ്. മൂന്നാമത് പൊതുസമൂഹം അവരെ അംഗീകരിക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. ഈ ഭൂമിയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒരു രാജാവിരിക്കുന്ന കാലത്ത് അടുത്ത രാജകുമാരൻ വരുമ്പോൾ രാജാവ് തൻ്റെ സ്ഥാനം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ ആ യോർദാന കരയിലോട്ട് നോക്കിയാൽ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ നിങ്ങൾ ചെവിയെടുക്കും. പുത്രനെ കുറിച്ച് ഒരു ഉപമ കർത്താവ് പല ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു തൻ്റെ ലാൻഡ്. ഇസ്രായേൽ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ഈ ലാൻഡ് കുടിയാന്മാരെ ഏൽപ്പിച്ചു. അവർക്ക് വിൽക്കാനും വാങ്ങാൻ അവകാശമില്ല. ഇവനാണ് അവകാശി എന്ന് പറഞ്ഞ് പുത്രനെ കണ്ട് കൊന്നു കളഞ്ഞു. അടുത്ത് തിരുവെഴുത്ത് പറയുന്നു, ഇതാ അപ്പൻ വന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഓണർ വന്ന് അവരെ നിഗ്രഹിച്ച് ആ സ്ഥലം വീണ്ടെടുത്തെന്ന്. ഇതൊരു ഉപമയാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ അവകാശി എന്ന അർത്ഥം, അല്ലാതെ യേശുവിൻ്റെ ജനനം ദൈവത്തിൻ്റെ പുത്രൻ എന്നല്ല അർത്ഥം. ദൈവത്തിൽ നിന്ന് വന്ന അവകാശം തിരിച്ചു പിടിക്കാൻ വന്ന ആളെന്നാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ചെവി കൊടുക്കണം. ഇവൻ പുത്രന്റെ സ്ഥാനത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ അവനായിരിക്കുന്നത്. നിങ്ങളുടെ ദൈവവും പിതാവുമായവൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവവും പിതാവുമായവൻ യേശുക്രിസ്തുവിനെ നമുക്ക് തന്നു. എന്തിനാ യേശുക്രിസ്തു? നമ്മൾ ഈ എഗ്ഗ് വാങ്ങിക്കുമ്പോൾ, മുട്ട വാങ്ങിക്കുമ്പോൾ കടയിൽ ചെന്ന് മുട്ടക്കരു എന്ന് പറയാറുണ്ട്, വെള്ളക്കരു എന്ന് പറയാറുണ്ട്. ഇല്ല, മുട്ട വാങ്ങിക്കുമ്പോൾ മൂന്നും കൂടെ ഒരുമിച്ചാണ് കിട്ടുന്നത്. കാരണം ഇതിനെ പൊളിച്ച് നമുക്ക് സെപ്പറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. മൂന്ന് ഇതായി പോവും, കൊളാപ്സ് ആയി പോവും. അതിൻ്റെ പേരാണ് ഓംപ്ലേറ്റ്, അതിൻ്റെ പേരാണ് ബുൾസൈ. അപ്പോൾ എഗ്ഗ് വാങ്ങിക്കുമ്പോൾ എക്സെല്ലും അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള എക്സെല്ലും അതിനകത്തുള്ള ഫ്ലൂയിഡും അതിനകത്തിരിക്കുന്ന മഞ്ഞക്കരും എല്ലാം കൂടെ ചേർത്താണ് മുട്ട എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ ഇതിനകത്താണ് ലൈഫ് ഇരിക്കുന്നത്. ഈ ലൈഫിന് രണ്ടെണ്ണം കവർ ചെയ്തിരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഏക സത്യ ദൈവം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുട്ടയെ പോലെയാണ്. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപമിച്ചേരെയാണ്. ഇതുപോലാണ്. ഒരിക്കലും തന്നെ പിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ദൈവം ദേഹം ദേഹി ആത്മാവാക്കിയിരിക്കുന്നത് പോലെ ഈ ഒരു പോർഷൻ ദൈവത്തിന്, ഇപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്തും യേശുവിൻ്റെ കൂടെ പിതാവും ഉണ്ടായിരുന്നു, പരിശുദ്ധ റൂഹായും ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ കഴിയത്തില്ല കണ്ണുകൊണ്ട്. മനസ്സിലായോ? ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിച്ചതിൻ്റെ കാരണം അവകാശിയായതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, പുത്രൻ എന്ന് വിളിക്കുന്നത്, ഞാൻ ഒരു വാക്യം നിങ്ങളോട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് 5-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ 45-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരണം. എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ദുഷ്ടത ചെയ്താലും നല്ലത് ചെയ്താലും നീതി ചെയ്താലും നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരാകണം. പുത്രനാകണമെങ്കിൽ പുത്രത്വത്തിൽ നിന്ന് ഒരാൾ വരണം. സൺഷിപ്പിന്റെ ക്വാളിഫിക്കേഷനോട് ഒരാൾ വന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ ആ സൺഷിപ്പിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തു വന്നിട്ട് അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ, ഈ പൊസിഷനിലാണ് നിങ്ങൾ വരേണ്ടത്. കാരണം എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ പൊസിഷനിൽ നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുത്രനായി ജീവിക്കാൻ പറ്റൂ. ദൈവത്തിന് സകല ഇൻഹെറിറ്റൻസ്, അവകാശവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ മോഡലിലേക്ക് വരണം. ഇതെല്ലാം അറിയുന്ന പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്. ഇനി ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ ആരെയും ജഡത്തിൽ അറിയുന്നില്ല, യേശുവിനെ പോലും ജഡത്തിൽ അറിയുന്നില്ലെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? താൻ ക്രിസ്തു എന്ന ഫോമിലേക്കായെന്ന്. നമ്മുടെ അകത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ മതങ്ങൾ, ഏതെങ്കിലും ഒരു മതം നിങ്ങളെ
ദൈവത്തോട് സംസാരിക്കാൻ, ജീവനുള്ള സത്യദൈവത്തോട് സംസാരിക്കാൻ പഠിപ്പിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും ആ മതം അവിടെ കാണത്തില്ല. ആ മതത്തിൻ്റെ മേലധികാരികളും കാണത്തില്ല. കാരണം ഇവരുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള സംഭവമാണ് യഥാർത്ഥത്തിൽ മതം. അത് ക്രിസ്ത്യൻ ആകട്ടെ, പെന്തക്കോസ് ആകട്ടെ, സാൽവേഷൻ ആർമി ആകട്ടെ, CSI ആകട്ടെ, എന്ത് മതമാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസൽമാനാകട്ടെ, എന്ത് പുണ്ണാക്കാകട്ടെ, ഇതെന്തായാലും നിങ്ങളും ദൈവവുമായിട്ടുള്ള ദൈവം അകത്ത് ജീവിക്കുന്ന നിങ്ങളുടെ അകം ബ്രഹ്മസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അകത്ത് ജീവിക്കുന്ന ക്രിസ്തുവായ അനോയിൻമെൻറ്റുമായിട്ട് സംസാരിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാത്ത ഒന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒന്നല്ല. നിങ്ങൾ തകർച്ചയിൽ പോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന ഈ മതത്തിൻ്റെ ദൈവമൊന്നുമല്ല. ക്രിസ്ത്യാനികൾ പറയും ഞങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. നോ, നിങ്ങൾ വെറും മണ്ടന്മാരാണ്. കാരണം ദൈവം ഒരിക്കലും ഒരു മതത്തിനകത്തിരിക്കത്തില്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ദൈവം സകല പ്രപഞ്ചത്തിലും അധിവസിക്കുന്നവനാണ്, സകലതിനെയും തൻ്റെ കൈക്കീഴിൽ നിയന്ത്രിക്കുന്നവനാണ്. നീ ഇന്ന് ആരോഗ്യത്തോടെ ഒരണുപോലും നിന്റെ ശരീരത്തിൽ കയറാൻ നീ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിചാരിച്ച് നാക്കും ശബ്ദവും അടക്കി ദൈവത്തിന് മുമ്പ് മിണ്ടായിരിക്കും. നിനക്കൊരു രോഗം വന്ന് നിന്റെ അവയവം നഷ്ടപ്പെട്ടു പോകാതെ, നിന്റെ അവയവം ഛന്നാഭിന്നമായി പോകാതെ നീ ഇന്ന് ഇരിക്കുന്നെങ്കിൽ മഹാകരുണ്യവാന്റെ കൃപയാണെന്ന് ഓർത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. സോറി. അപ്പോൾ പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് പറയാണ്, ഈ പുത്രത്വത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിനെ മാത്രം നെഞ്ചിൽ വിലാപ്പുറത്തിലേക്ക് ഒരു കുന്തം കുത്തിയിറക്കി ഒരു ഹോളിട്ടെന്തിനാ? നമ്മളവിടെ മരിച്ചു എന്ന് ഉറപ്പാക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡീകോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. വായിക്കുന്നവർക്ക് പെട്ടെന്ന് ഡീകോഡാവും. എന്നാൽ മരിച്ചു എന്ന് ഉറപ്പാക്കാനല്ല, ഇനി മുതൽ ഞാനല്ല ദൈവത്തിൻ്റെ ഹൃദയമായി വസിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഞാൻ പറയട്ടെ, പുതുതായി ജനിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ, യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു അകത്ത് വസിക്കുന്നു എന്ന് ബോധത്തോടെ വീണ്ടും ജനിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ 100% ഞാൻ പറയാം, അവൻ്റെ പേരാണ് പുതുതായി ജനിച്ചവൻ. എപ്പോഴും അവൻ്റെ ജീവിതത്തെ ആ പുതുതായി ജനിച്ച അനുഭവം കാണും. അവൻ നല്ല ഈ ലോകത്തിൽ തെറ്റായുള്ള പ്രശ്നം കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാം. ഈ മനുഷ്യൻ്റെ മനസ്സിനകത്ത് 2 പോർഷനുണ്ട്. നല്ലത് ഹാപ്പിനെസ്സും ഒക്കെ ചിന്തിക്കുന്ന ഒരു മോഡുണ്ട്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു മോഡുണ്ട്. തെറ്റായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ് കൂടുതൽ നിങ്ങൾ ദിവസവും ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അതിലോട്ട് ഡൈവേർട്ട് ആകും. ഉദാഹരണത്തിന്, രാവിലെ പത്രം എടുത്തപ്പോൾ ഫുള്ള് കൊലപാതകങ്ങളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങൾ വായിച്ചത്, കേട്ടത്, ഫേസ്ബുക്ക് തുറന്നു നോക്കിയത് എല്ലാം ഇതാണെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ മൈൻഡ് മൊത്തം അതിനെ ബാധിച്ചായിരിക്കുന്നത്. എവിടെ വെച്ച് എന്ത് നടക്കുമെന്ന് ഭയപ്പെട്ടായിരിക്കും നിങ്ങൾ നടക്കുന്നത്. കാരണം നിങ്ങളുടെ മൈൻഡ് മൊത്തം നിറച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. നല്ലത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് ഹാപ്പി ആയിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷെ പുതുതായി ജനിച്ചൊരു മനുഷ്യൻ്റെ പ്രത്യേകത, അവൻ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ജീവനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അവൻ്റെ മൈൻഡിനകത്ത് അവൻ എന്ത് ചിന്തിക്കുവോ അതാണ് പ്രാക്ടിക്കലായിട്ട് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തു നമ്മളെ വസിച്ചിട്ട് ദൈവത്തിൻ്റെ മനസ്സായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ പരമ കാരുണ്യവാനായ ദൈവത്തിൻ്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും കാളും ബെറ്ററായ ഒരു സൃഷ്ടിയാണ്. കാരണം ദൈവമാണ് അവനെ ജനിപ്പിച്ചത്. ക്രിസ്തു എന്ന അഭിഷേകത്തിൽ അവൻ ജനിച്ച് പുറത്തു വന്നവനാണ്. അവൻ്റെ ചിന്ത, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം നിങ്ങൾ തെറ്റായ ഒരു ചിന്തയാണ് ചിന്തിക്കുന്നതെങ്കിൽ 100% ദൈവം അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലാക്കി തരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട്, നിങ്ങളുടെ 5 പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുതരാൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുവാണ്, കൊണ്ടുതരാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമം ഭയങ്കര പാടായിരിക്കും. കാരണം ദൈവത്തിൽ നിന്ന് തിന്മ വരത്തില്ല. നിങ്ങൾ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രൊക്ലെയിം ചെയ്യുകയും
കൺഫസ് ചെയ്യുക അല്ലെ പ്രൊക്ലെയിം ചെയ്യുകയും നിങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ ഉണ്ടായി വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ ഉള്ളിലിരുന്ന് നന്മ ക്രിയേറ്റ് ചെയ്തിരുന്നുകൊണ്ടാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് പഠിപ്പിച്ച പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുമോ ദൈവം പ്രാക്ടിക്കലി കൊണ്ടുവരും. തെറ്റായിട്ടുള്ള ചിന്തകൾ വന്നാൽ ആ തെറ്റായിട്ടുള്ള കാര്യം ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത് നല്ലത് ചിന്തിക്കാവൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലത് ചിന്തിക്കണം, കൽപ്പിക്കണം. ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ നിന്ന് പുറത്തൊഴുകണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ദൈവവുമായിട്ട് എങ്ങനെ സംസാരിക്കാമെന്ന് ചോദിച്ചാൽ ഒരു മതത്തിൽ ഉത്തരവില്ല. വേദപുസ്തകം വായിക്ക്, പ്രാർത്ഥിക്ക്, ഖുറാൻ വായിക്ക്, അഥർവവേദവും സാമവേദവും യജുർവേദവും അതും ഇതുമൊക്കെ വായിക്കെന്ന് പറയും, ഇന്ന ആളെ സേവിക്ക്. ഒരു ഉത്തരവില്ല. ദൈവവുമായിട്ട് സംസാരിക്കാൻ ഒരു മനുഷ്യൻ തുടങ്ങിയാൽ അവൻ ശങ്കരാചാര്യനെ പോലെ ഭാണ്ഡവും എടുത്തു പോകും. അവൻ സാധു സുന്ദർസിനെ പോലെ എല്ലാം വിട്ടുകളഞ്ഞു പോകും. എന്തുകൊണ്ടാണ്? ഈ മതത്തിലൊന്നും രക്ഷയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ തെറ്റിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നും കൈപിടിച്ച് മാറ്റുന്ന ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം. ആ ദൈവത്തെ സങ്കടപ്പെടുത്തുന്ന ഒന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരരുത്. ആ ദൈവത്തെ മുറിവേൽപ്പിക്കുന്ന ഒന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരരുത്. പുത്രനെ കുറിച്ച് പറയുന്നു, പരിശുദ്ധ റൂഹായെ കുറിച്ച് പറയുന്നു. പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്നതാണ്. ഒരു അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തി കൊണ്ടുവരുന്നത് പോലെ, ഒരു മനുഷ്യനാകാൻ അവൻ പ്രാക്ടീസ് കൊടുക്കുന്നത് പോലെ, അവരെപ്പോലൊരു മനുഷ്യരാകാൻ പ്രാക്ടീസ് കൊടുക്കുന്നത് പോലെ, പരിശുദ്ധ റൂഹ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, പരമാത്മാവ് നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മെ മനുഷ്യത്വത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനിലേക്ക്, യഥാർത്ഥ പുത്രനിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ക്യാരക്ടറാണ്. ഇവരെ 3 പേരെയും പിരിച്ചെഴുതുന്നവരോട് ഞാനൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണാഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതുമേ ആകുന്നു. ഈ ജീവിക്കേണ്ടതും നാം അവനായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുകയാണ്, ആ ഗിഫ്റ്റ് ഒരിക്കലും തിരിച്ച് ചോദിക്കത്തില്ല. കാരണം ആ ഗിഫ്റ്റ് ഇനി അയാളുടെ പ്രോപ്പർട്ടിയാണ്. ഞാൻ കൊടുത്ത ദാനമായിട്ടാണ്, ഇനി അയാളുടെ പ്രോപ്പർട്ടിയാണ്. നിങ്ങളെ ദൈവത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ ദൈവത്തെ പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ സജഷൻ പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന റേമയിൽ ദൈവശബ്ദം കേട്ട് ജീവിക്കണം. മറ്റുള്ളവർ പറഞ്ഞതും പഠിച്ചതും കണ്ടതും കേട്ടതുമായിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ ഇന്ന് വരെ പഠിച്ച് ഫോളോ ചെയ്തതല്ല ജീവിക്കേണ്ടത്, ദൈവത്തിൻ്റെ ശബ്ദത്തിലാണ് ജീവിക്കേണ്ടത്. അടുത്ത വാക്യം, യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അതെന്താ 2 എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ 3 ഫോമാണ്. ഇവർ 3 പേരും ചേരുമ്പോൾ ദൈവം എന്ന പേര് വരുന്നു. ഇവരാർക്കും ഒരാൾക്ക് സെപ്പറേറ്റ് പേരിടാൻ ലോകത്തിൽ ആർക്കും അധികാരമില്ല. യേശു എന്ന പേര്, അപ്പോൾ നമ്മൾ പറയാം യേശു ക്രിസ്തുവിലുള്ള സകല സമ്പൂർണ്ണത ദേഹരൂപത്തിൽ വസിക്കുന്നത്. ഞാൻ പറയുന്നു ഓക്കെ, ആ വാക്യത്തിന് അർത്ഥം നിങ്ങൾക്ക് എന്തെന്നറിയാമോ? സകല സമ്പൂർണ്ണത അവനോടുകൂടെ വസിക്കുന്നത്. ക്രിസ്തു എന്ന പൊസിഷനിൽ നിങ്ങൾ എത്തിയാൽ സകല സമ്പൂർണ്ണതയെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഒരപ്പൻ എപ്പോഴും വിചാരിക്കുന്നത് തൻ്റെ മകൻ തന്നെക്കാൾ വലുതാകണമെന്നാണ്. പിതാവായ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന അഭിഷേകത്തിൽ നിൽക്കുന്ന നീ എന്നെക്കാളും വലുതായി നിൽക്കണമെന്നാണ്. അല്ലാതെ നീ എന്നെക്കാളും താഴ്ന്നു നിന്നാൽ ദൈവം ഒരിക്കലും ചിന്തിക്കത്തില്ല. എന്നെക്കാളും വലിയ ഗ്ലോറിഫയൽ എൻ്റെ മക്കൾ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹം ഈ ഭൂമിയിൽ എങ്ങനെയും പിഴച്ചു പോകണമെന്നാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ ജയത്തോടെ ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ വെളിച്ചത്തിൽ നടന്നുകൊണ്ട് ലോകത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണമെന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുക. ഒരു മെഴുകുതിരി കത്തിക്കാൻ അറിയാത്തവൻ പിന്നെ ഇങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്നത്? വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ വെളിച്ചത്തിനോട് കൂടെ തന്നെ നടക്കണം. തീക്കട്ടയിൽ ഉറുമ്പൊരിക്കത്തില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ജീവനിൽ നടന്നു തുടങ്ങിയാൽ ലോകത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കത്തില്ല. ഇന്ന് വീട്ടിലിരുന്ന് വായി നോക്കികളെല്ലാം ഫേസ്ബുക്കിനകത്ത് ചുമ്മാ ഇരുന്ന് കമൻറ്റ് ഇടുന്ന ആൾക്കാരാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ശാപമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കമൻ്റ് ഇടുന്ന ആൾക്കാരാണ്. ചുമ്മാ വഴി പോകുന്നവനും പറഞ്ഞവനെല്ലാം ചീത്ത വിളിക്കുകയും നന്മ പറയുകയും അവൻ്റെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സറിയണമെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലെ കമൻറ്റ് നോക്കിയാൽ മതി.
നിങ്ങൾ നല്ലവനാണോ കെട്ടവനാണോ എന്ന് അറിയണമെങ്കിൽ ഫേസ്ബുക്കിലെ കമൻറ്റ് നോക്കിയാൽ മതി. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടു, അതിനകത്ത് ഒരാൾ പറയുകയാണ് ഫേസ്ബുക്കിലെ കമൻറ്റ് നോക്കിയാൽ ആ പയ്യൻ്റെ സ്വഭാവം അറിയാം. കല്യാണത്തിന് വേണ്ടി പോയതാണ്, പെണ്ണ് കാണാൻ പോയപ്പോഴും അദ്ദേഹം പറയുകയാണ് ഈ പെൺകുട്ടിയുടെ ഫേസ്ബുക്കിലെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവൾ എത്ര തരക്കാരിയാണ്. അങ്ങനൊരു സിസ്റ്റത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, പിതാവിനെയാണോ ആരാധിക്കേണ്ടത്, പുത്രനെയാണോ ആരാധിക്കേണ്ടത്, പരിശുദ്ധ റൂഹായാണ് ആരാധിക്കേണ്ടത്? ഏക സത്യ ദൈവത്തെ ആരാധിക്കേണ്ടത്. പുത്രനായ യേശുക്രിസ്തു എന്ന് പറയുന്ന നീ ഇരിക്കുന്ന പൊസിഷനാണ്. ഏക സത്യദൈവമേ നമുക്കുള്ളൂ. ഏക സത്യദൈവം. ഏകൻ എന്ന് പറയുന്നതിനെ പിരിക്കാൻ ലോകത്തിൽ ആർക്കും അവകാശമില്ല. ഏകൻ എന്ന് പറയുന്നവനെ പിരിക്കാൻ ലോകത്തിൽ ആർക്കും അവകാശമില്ല. ഏകത്വം എന്ന് പറയുന്ന ആ ഒരു മോഡിനെ പിരിച്ച് പേരിടാൻ നിനക്ക് അവകാശമില്ല. പേരിട്ടതിൻ്റെ ഫലമാണ് ഈ പ്രപഞ്ചം മൊത്തം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് നാമമിടാൻ നിനക്ക് ആയുസ് പോരാ. അവൻ സകലത്തിനും കാരണാഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. ഞാൻ ബൈബിളിൽ നിന്ന് കോട്ടെടുത്തതെന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഈ ക്രിസ്ത്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത്, ക്രിസ്തീയത്വത്തിനകത്ത് ചിന്തിക്കുന്നൊരു വിഷയം, ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, ആരെയാണ് സേവിക്കേണ്ടതെന്ന് അറിയത്തില്ല. യേശു മാത്രം മതി, യേശു മാത്രം മതി ഇത് പാട്ട് പാടുന്ന ആൾക്കാർ ഞാനും പണ്ട് കണ്ടുകൊണ്ട് ഞാൻ പാടിയിട്ടുമുണ്ട്. യേശു മാത്രം മതി എന്നല്ല, യേശു ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്ന പൊസിഷനിൽ നമ്മൾ എത്തിച്ചിരിക്കുന്ന ആരാണെന്നും നമ്മൾ ക്രിസ്തു എന്ന പൊസിഷൻ തന്നിരിക്കുന്ന എന്തിനാണെന്നും നമ്മൾ ക്രിസ്തു എന്ന പൊസിഷനിൽ ആ മോഡിലേക്ക് വന്നിരിക്കുന്ന ദൈവമാക്കിയിരിക്കുന്ന എന്തിനാണെന്നും അറിയാത്തവരെ പാട്ട് പാടുന്നു. ദൈവത്തെ കുറിച്ച് വികലമായ ചിത്രം നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളെ മൈൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുക. ദൈവത്തോട് ചോദിക്കുക, കർത്താവെ എനിക്ക് സത്യത്തെ തിരിച്ചറിയാൻ ബോധം തരണമെന്ന്. എന്നിട്ട് രണ്ട് കരമുയർത്തി കർത്താവിനോട് പറയാം, എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവിക ജീവൻ എനിക്ക് കേൾക്കുന്ന നിലവാരത്തിൽ എന്നിൽ വളർത്തണം. കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ടുവരണം. കവിഞ്ഞൊഴുകുന്ന ആ ജീവൻ്റെ ജലനദി എന്നിലേക്ക് കവിഞ്ഞൊഴുകണം. എൻ്റെ വെളിച്ചം കണ്ട് മറ്റുള്ളവർ എൻ്റെ അടുക്കൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ നീണ്ട ലിസ്റ്റ്, പാവയ്ക്കും പടവലെങ്കിലും ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകുമ്പോൾ പ്രാർത്ഥന വേളയിൽ പോകരുത്. നിങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന പോലും തെറ്റാണ്. ദൈവത്തിൻ്റെ മുമ്പേ ചെന്ന് ലിസ്റ്റ് കൊടുക്കുന്നവൻ ദൈവമില്ല എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നും കേൾക്കാനും കാണാനും പറ്റുന്നില്ല എന്ന നിലവാരത്തിൽ ചിന്തിക്കുന്ന ഒരുത്തന് തുല്യമാണ്. കാരണം ഈ ലിസ്റ്റെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലേ അങ്ങോട്ട്. കർത്താവ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ദൈവം എന്താ പൊട്ടനാണോ അങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാൻ? മതത്തിൻ്റെ വിഡ്ഢിത്തരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ ഒരു മുടിനാര് കൊഴിഞ്ഞു പോയാൽ നിങ്ങൾ അറിയാം. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയാമോ? എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനെ പുറത്തു കൊണ്ടുവരണോ, അത് കവിഞ്ഞൊഴുകി പുറത്തോട്ട് ഒഴുകണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം ഇപ്പോഴും ചെവിയോർത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് പറയാത്ത ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യൻ ക്രൂരനായിരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം, മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ മതങ്ങൾ മറച്ചതുകൊണ്ടാണ്. ഞാൻ വാക്കുകളെ നിർത്തുന്നു. പിതാവിനെയാണോ പുത്രനെയാണോ പരിശുദ്ധാത്മാവിനാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരെ ആരാധിക്കുന്നത്? യേശുവിനെയാണോ ആരാധിക്കുന്നത്? അതോ പിതാവിനെയാണോ ആരാധിക്കുന്നത്? അതോ പുത്രനെയാണോ ആരാധിക്കുന്നത്? അതോ പരിശുദ്ധ റൂഹായാണോ ആരാധിക്കുന്നത്? ഇതെല്ലാം കൂടെ ചേർന്ന് ഏക സത്യ ദൈവം എന്നൊരു പോർഷനിലേക്ക് ദൈവം നിന്നെ നിർത്തിയിരിക്കും. ദൈവം എന്നൊരു പോർഷൻ്റെ അകത്ത് പുത്രനായ നിന്നെ മനസ്സാക്കി വെച്ചിരിക്കുകയാണ്. യു ആർ ദ ചിപ്പ്. നീയാണ് ദൈവത്തിൻ്റെ ചിപ്പ്. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ ആ ഒരു സന്തോഷം നീയാണ്. കാരണം പുതുതായി ജനിച്ചൊരു മനുഷ്യൻ എപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയമാണ്, തമ്പിയുടെ ഹൃദയമല്ല. മതം പറയും നീ എപ്പോഴും പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുക. ദൈവം പറഞ്ഞു, എൻ്റെ പുത്രൻ്റെ അഭിഷേകം വഹിക്കുന്ന അല്ലെങ്കിൽ ആ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ അനോയിൻറ്റ്മെൻറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത നീയാണ് ഇനി എൻ്റെ പുത്രൻ. നീ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് എൻ്റെ എസൻസ്, എൻ്റെ ചിന്ത അതാണ്.
അഖിലാണ്ടം പടച്ച തമ്പുരാൻ്റെ ചിന്ത എൻ്റെ ഞാനാണെന്ന് പറയുന്നത് എത്ര പേർക്ക് സന്തോഷമുള്ള കാര്യം എന്നറിയാമോ? നിങ്ങളാണ് ദൈവത്തിന് സന്തോഷം, നിങ്ങളാണ് അവൻ്റെ മനസ്സ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. യേശുവിൻ്റെ മനസ്സെന്നല്ല, ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഈ വാക്യങ്ങൾ കൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ബാക്കി പോർഷൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ സൂം മീറ്റിങ്ങിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠ ഭുജത്തിൽ നമ്മളെ താങ്ങട്ടെ. ഇനിയും നിങ്ങളെ ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ, സമ്പൽ സമൃദ്ധിയോടെ, സമാധാനത്തോടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് ചെയ്യുന്നതിനുള്ള സകലത്തിനെയും അനുഗ്രഹിച്ച് നിങ്ങളുടെ കൈക്കുമ്പിളിനകത്ത് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.